ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ആവേശത്തോടെ വീക്ഷിച്ചുകൊണ്ടിരുന്ന 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ അതിന്റെ പരിസമാപ്തി കുറിച്ചിരിക്കുന്നു. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ തകർത്ത് സ്പെയിൻ വേൾഡ് കപ്പ് കിരീടമുയർത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന, മറുവശത്ത് യൂറോപ്പിന്റെ ഏറ്റവും അപകടകാരികളായ സ്പെയിൻ. ഇതൊരു സാധാരണ മത്സരം മാത്രമായിരുന്നില്ല, ലോക ഫുട്ബോളിന്റെ അധികാരം ആരുടെ കൈകളിലാണ് എന്ന് തെളിയിക്കേണ്ട ഒരു യുദ്ധം കൂടിയായിരുന്നു. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ഈ മത്സരം കാണുവാൻ വേണ്ടി കാത്തിരുന്നു. എന്നാൽ മത്സരത്തിന് മുൻപ് നടന്ന ചർച്ചകളിൽ ഭൂരിഭാഗവും വിദഗ്ധർ പറഞ്ഞ ഒരേ ഒരു കാര്യമുണ്ടായിരുന്നു: ഇന്ന് നമ്മൾ കാണുന്ന സ്പെയിൻ എന്ന ടീമിനെ അർജന്റീനയ്ക്ക് തടയുവാൻ സാധിക്കില്ല. അവരുടെ പ്രവചനം വെറുമൊരു അഭിപ്രായ പ്രകടനം മാത്രമായിരുന്നില്ല. ഈ വേൾഡ് കപ്പ് ആരംഭിച്ച സമയം മുതലുള്ള അവരുടെ കളി കണ്ടതിന് ശേഷമുള്ള കൃത്യമായ പ്രവചനമായിരുന്നു. അത് 100% യാഥാർത്ഥ്യമായി മാറി. റഫറിയുടെ ആദ്യ വിസിൽ മുഴങ്ങിയതോടെ സ്പെയിൻ കളി കയ്യിലെടുത്തു. പന്ത് അവരുടെ കാലുകളിൽ നൃത്തം ചെയ്യുകയായിരുന്നു. ചെറിയ പാസുകൾ, അതിവേഗ നീക്കങ്ങൾ, പൊസിഷൻ മാറി മാറിയുള്ള ആക്രമണങ്ങൾ, ഓരോ നിമിഷവും അർജന്റീനയുടെ പ്രതിരോധത്തെ അവർ പിൻപിലേക്ക് തള്ളിക്കൊണ്ടായിരുന്നു. മറുവശത്ത് അർജന്റീന നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ട അതേ ആത്മവിശ്വാസവും നിയന്ത്രണവും ഏറ്റെടുത്ത് കളിക്കുന്ന ഒരു ടീമായി കാണുവാനേ കഴിഞ്ഞില്ല. പന്ത് ലഭിച്ചാൽ പോലും 2-3 പാസുകൾ പൂർത്തിയാക്കുവാൻ അവർ ബുദ്ധിമുട്ടി. സ്പെയിൻ്റെ ഹൈ പ്രസിംഗ് ഓരോ നിമിഷവും അവരെ ശ്വാസം മുട്ടിച്ചു. മധ്യനിരയിൽ സ്പെയിൻ പൂർണ്ണമായും ആധിപത്യം സ്ഥാപിച്ചു. അവിടെ നടന്ന ഓരോ ഡ്യുവലും, ഓരോ സെക്കൻഡ് ബോളും, ഓരോ ട്രാൻസിഷനും സ്പെയിൻ സ്വന്തമാക്കുകയായിരുന്നു. അർജന്റീനയുടെ ആക്രമണം രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ സ്പെയിൻ അത് തകർത്ത് കളഞ്ഞു. മെസ്സിയിലേക്ക് പന്ത് എത്താതിരിക്കുവാൻ അവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി. മെസ്സിക്ക് പന്ത് ലഭിച്ച നിമിഷം 2-3 സ്പാനിഷ് താരങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകം കാത്തിരുന്ന ആ മാന്ത്രിക ട്രിബിളിങ്ങുകളും അപകടകരമായ ത്രൂ ബോളും അപ്രതീക്ഷിതമായ നിമിഷങ്ങളും ഒന്നും ഇന്ന് കാണുവാൻ കഴിഞ്ഞില്ല. മെസ്സി മൈതാനത്തുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ സ്വാധീനം മത്സരത്തിൽ വളരെ പരിമിതമായി പോയി. സ്പെയിൻ വീണ്ടും ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഇടതു വിങ്ങിലൂടെയും വലതു വിങ്ങിലൂടെയും മധ്യത്തിലൂടെയും അവരുടെ ആക്രമണങ്ങൾക്ക് അവസാനമുണ്ടായില്ല. ഓരോ മിനിറ്റിലും അർജന്റീനയുടെ ഗോൾ മുഖത്ത് അവർ ഭീഷണി ഉയർത്തി. ആ സമയത്ത് അർജന്റീനയ്ക്ക് ആശ്വാസമായി നിന്നത് അവരുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു. സ്പെയിൻ സൃഷ്ടിച്ച നിരവധി അപകടകരമായ അവസരങ്ങൾ അദ്ദേഹം അത്ഭുതകരമായി തടഞ്ഞു. ഒരു സേവ്, പിന്നെ മറ്റൊരു സേവ്, വീണ്ടും മറ്റൊന്ന്. ഓരോ തവണയും അദ്ദേഹം അർജന്റീനയെ മത്സരത്തിൽ ജീവനോടെ നിലനിർത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രകടനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആദ്യ പകുതിയിൽ തന്നെ സ്കോർ ലൈൻ സ്പെയിനിന്റെ അനുകൂലമായി വലിയൊരു വ്യത്യാസത്തിലെത്തുമായിരുന്നു. സ്പെയിന്റെ മുന്നേറ്റ നിരയുടെ വേഗത അർജന്റീനയുടെ പ്രതിരോധത്തെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കി കളഞ്ഞു. ഫുൾ ബാക്കുകൾക്ക് മുന്നേറുവാൻ പോലും ധൈര്യമില്ലാതെയായി. സെന്റർ ബാക്കുകൾ പലപ്പോഴും സ്വന്തം ബോക്സിലേക്ക് പിൻവാങ്ങേണ്ടി വന്നു. അതോടെ അർജന്റീനയുടെ മധ്യനിരയും പ്രതിരോധ നിരയും തമ്മിലുള്ള അകലവും വർദ്ധിച്ചു. ആ വിടവുകൾ സ്പെയിൻ അതിവിദഗ്ധമായി ഉപയോഗിച്ചു. അവസരം കിട്ടുമ്പോഴെല്ലാം അവർ പന്ത് വേഗത്തിൽ തന്നെ മുൻപോട്ടെത്തിച്ചു. അർജന്റീനയുടെ താരങ്ങൾ പലപ്പോഴും പന്തിന്റെ പിന്നാലെ ഓടുകയായിരുന്നു. കളി സമ്പൂർണ്ണമായും നിയന്ത്രിച്ചത് സ്പെയിൻ തന്നെയായിരുന്നു, ലോക ചാമ്പ്യന്മാരായ അർജന്റീന. പക്ഷേ ഈ രാത്രിയിൽ മൈതാനത്ത് കണ്ടത് ഒരു സാധാരണ ടീമിന്റെ പ്രകടനം മാത്രമാണ് എന്നുള്ള തോന്നൽ പലരിലും ഉണ്ടാക്കി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഗോൾ ഇല്ലായിരുന്നു. പക്ഷേ ആ സ്കോർ ലൈൻ കളിയുടെ യഥാർത്ഥ ചിത്രമല്ല പറഞ്ഞത്. കാരണം കളി നിയന്ത്രിച്ചത് ഒരു ടീം മാത്രമാണ്, സ്പെയിൻ. അർജന്റീനയ്ക്ക് രണ്ടാം പകുതിയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുവാൻ കഴിയുമോ? മെസ്സി തന്റെ മാന്ത്രിക സ്പർശനം പുറത്തെടുക്കുമോ? അല്ലെങ്കിൽ സ്പെയിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ഒടുവിൽ ഫലം ലഭിക്കുമോ? ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുവാൻ വേണ്ടിയായിരുന്നു രണ്ടാം പകുതി ആരംഭിക്കുന്നത്. രണ്ടാം പകുതിയിൽ പന്തുരുണ്ടു തുടങ്ങിയതോടെ അർജന്റീന ആരാധകർ പ്രതീക്ഷിച്ചത് മറ്റൊരു കളിയായിരുന്നു. ലോക ചാമ്പ്യന്മാർ തിരിച്ചു വരും. മെസ്സി ഏതു നിമിഷവും ഒരു മാന്ത്രിക സ്പർശനവുമായി പുറത്തേക്ക് വരും. ഒരു പാസ്, ഒരു ട്രിബിളിംഗ്, ഒരു ഷോട്ട്, അതുമാത്രം മതി കളിയുടെ ഗതി മാറി മറിയുവാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 80-ാം മിനിറ്റിന് ശേഷമായിരുന്നു യഥാർത്ഥ അർജന്റീനയുടെ വിശ്വരൂപം ലോകം കണ്ടത്. അത് വെളിപ്പെടും എന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ മൈതാനത്ത് നടന്നത് മറ്റൊന്നായിരുന്നു. രണ്ടാം പകുതിയിലും സ്പെയിൻ ഒരു നിമിഷം പോലും തങ്ങളുടെ താളം നഷ്ടപ്പെടുത്തിയില്ല. പന്ത് കൈവശം വെക്കുന്നതിലും മധ്യനിര നിയന്ത്രിക്കുന്നതിലും ആക്രമണം സംഘടിപ്പിക്കുന്നതിലും അവർ തുടർന്നും ആധിപത്യം പുലർത്തിക്കൊണ്ടേയിരുന്നു. ഓരോ ആക്രമണവും അർജന്റീനയുടെ പ്രതിരോധത്തെ കൂടുതൽ പിൻപിലേക്ക് തള്ളി. അർജന്റീനയുടെ താരങ്ങൾക്ക് പലപ്പോഴും സ്വന്തം പകുതിയിൽ നിന്ന് പുറത്തേക്ക് കയറുവാൻ പോലും ബുദ്ധിമുട്ടായി. പന്ത് കിട്ടിയാൽ ഉടൻ തന്നെ സ്പെയിന്റെ ഹൈ പ്രസിംഗ് ആരംഭിക്കും. ഒരു സെക്കൻഡ് പോലും ചിന്തിക്കുവാൻ അർജന്റീനയ്ക്ക് സമയം കൊടുക്കാതെ അവർ പന്ത് തിരിച്ചു പിടിച്ചു. ഇതായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ സ്പെയിൻ ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തത്. പന്ത് നഷ്ടപ്പെട്ടാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവരത് തിരിച്ചെടുത്തിരിക്കും. അതോടെ അർജന്റീനയുടെ കൗണ്ടർ അറ്റാക്കുകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അവസാനിക്കുവാൻ തുടങ്ങി. മെസ്സി പലവട്ടം താഴേക്ക് ഇറങ്ങി വന്ന് പന്ത് സ്വീകരിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം പന്ത് തൊടുന്ന ഓരോ നിമിഷവും സ്പാനിഷ് താരങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വതന്ത്രമായി തിരിയുവാനോ മുൻപോട്ട് നോക്കാനോ പോലുമുള്ള അവസരം സ്പെയിൻ നൽകിയില്ല.
ഈ മത്സരത്തിൽ മെസ്സിയുടെ മികവിനേക്കാൾ സ്പെയിന്റെ പ്രതിരോധ സംഘടനയായിരുന്നു കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. സാധാരണ അർജന്റീനയുമായി മറ്റ് രാജ്യങ്ങൾ കളിക്കുമ്പോൾ മെസ്സി എന്നൊരു വ്യക്തിയാണ് അവർ തടയുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അയാളെയാണ് അവർ പൂട്ടുവാൻ വേണ്ടി പദ്ധതി മെനയുന്നത്. എന്നാൽ സ്പെയിൻ അങ്ങനെയായിരുന്നില്ല. മെസ്സിയെ തടയുക മാത്രമായിരുന്നില്ല, മുഴുവൻ അർജന്റീൻ ആക്രമണത്തെയും പ്രവർത്തനരഹിതമാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി. അതിലവർ പൂർണ്ണമായും വിജയം നേടി. ഇതിനിടെ സ്പെയിൻ വീണ്ടും വീണ്ടും അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ബോക്സിന് പുറത്തു നിന്നുള്ള ഷോട്ടുകൾ, വിങ്ങിൽ നിന്നുള്ള ക്രോസുകൾ, വേഗതയേറിയ ത്രൂ ബോളുകൾ, ഓരോ നീക്കവും ഗോൾ മണക്കുന്നതായിരുന്നു. എന്നാൽ അർജന്റീനയ്ക്ക് പ്രതീക്ഷയായി നിന്നത് വീണ്ടും എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണ വേഗതയും ധൈര്യവും നിരവധി ഉറച്ച ഗോൾ ശ്രമങ്ങളെ തടഞ്ഞു കളഞ്ഞു. അർജന്റീന വല്ലാതെ വിയർപ്പൊഴുക്കി. ഒടുവിൽ 90 മിനിറ്റും പൂർത്തിയാക്കി. അപ്പോഴും സ്കോർ ബോർഡ് 0-0 തന്നെ. എന്നാൽ കളിയുടെ ഒഴുക്ക് കണ്ടവർക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു: വിജയം അർഹിച്ചിരുന്നത് സ്പെയിനായിരുന്നു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി. അർജന്റീനിയൻ താരങ്ങളുടെ കാലുകളിൽ ക്ഷീണം വ്യക്തമായി കാണുവാൻ കഴിഞ്ഞു. പക്ഷേ സ്പെയിൻ അതേ വേഗതയിൽ തന്നെ അപ്പോഴും മുന്നേറുകയാണ്. അവരുടെ ഓരോ മുന്നേറ്റവും അർജന്റീനയുടെ പ്രതിരോധത്തെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ മത്സരത്തിന്റെ നിർണായക നിമിഷമെത്തി. എക്സ്ട്രാ ടൈമിന്റെ 106-ാം മിനിറ്റിൽ സ്പെയിന്റെ തുടർച്ചയായ സമ്മർദ്ദത്തിനൊടുവിൽ അവർക്ക് ഫലം ലഭിച്ചു. പന്ത് അതിവേഗത്തിൽ മുൻപോട്ട് നീങ്ങുന്നു. അർജന്റീനയുടെ പ്രതിരോധത്തിൽ ഒരു ചെറിയ പിഴവ്. ആ നിമിഷം തന്നെ സ്പെയിൻ അത് മുതലാക്കി. ഫെറാൻ ടോറസ് ആ അവസരം പാഴാക്കിയില്ല. അദ്ദേഹത്തിന്റെ കൃത്യമായ ഫിനിഷ്, അതിഗംഭീരമായൊരു ഷോട്ട് അർജന്റീനയുടെ വല കുലുക്കി. സ്റ്റേഡിയം മുഴുവനും സ്പാനിഷ് ആഘോഷത്തിൽ മുങ്ങുന്നതാണ് പിന്നെ കാണുവാൻ കഴിഞ്ഞത്. അർജന്റീന 0, സ്പെയിൻ 1. ആ ഒരു ഗോള് വെറും ഒരു സ്കോർ മാത്രമായിരുന്നില്ല. ഈ മത്സരത്തിലുടനീളം സ്പെയിൻ കാഴ്ചവെച്ച ആധിപത്യത്തിന്റെ പ്രതിഫലനമായിരുന്നു അത്. ഗോൾ വഴങ്ങിയ ശേഷമാണ് അർജന്റീന ശരിക്കും ഉണർന്നത്. അവസാന നിമിഷങ്ങളിൽ അവർ മുൻപോട്ട് കയറി. എന്നാൽ സ്പെയിന്റെ പ്രതിരോധ നിര അതിശക്തമായി അവരുടെ മുൻപിൽ മതില് കെട്ടി നിലകൊണ്ടു. ഒരു പിഴവിനും അവർ അവസരം നൽകിയില്ല. ഓരോ ക്ലിയറൻസും, ഓരോ ടാക്കിളും, ഓരോ ഇന്റർസെപ്ഷനും അവരുടെ വിജയത്തിലേക്കുള്ള ഓരോ ചുവടുകളായി മാറി. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ സ്പെയിൻ താരങ്ങൾ വിജയാഘോഷത്തിൽ മുങ്ങുകയായിരുന്നു. അർജന്റീന താരങ്ങൾ നിരാശയോടെ മൈതാനത്ത് നിൽക്കുന്നു. മെസ്സിയുടെ കവിളുകളിൽ കൂടി കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. ലോക ചാമ്പ്യന്മാരുടെ നിഴൽ മാത്രം കണ്ട ഒരു മത്സരമായിരുന്നു ഈ രാത്രിയിൽ വെളിപ്പെട്ടത്. അത് വെറും ഒരു തോൽവി മാത്രമായിരുന്നില്ല, അർജന്റീനയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. അതേസമയം സ്പെയിൻ ലോകത്തിന് നൽകിയ സന്ദേശം വളരെ വ്യക്തമായിരുന്നു: ഈ ലോകകപ്പിലെ ഒരേ ഒരു കിരീടാവകാശികൾ അത് മറ്റാരുമല്ല, ഞങ്ങൾ മാത്രമാണ് എന്ന്. ഒരു മത്സരമാകുമ്പോൾ വിജയവും തോൽവിയും ഒക്കെ സ്വാഭാവികമാണ്. അങ്ങനെ പറഞ്ഞ് അർജന്റീന ആരാധകർക്ക് സമാധാനിക്കുവാൻ കഴിയില്ല. കാരണം അവർ പ്രതീക്ഷിച്ചതിൻ്റെ 100-ൽ-1 പോലും പുറത്തെടുക്കുവാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല. അർജന്റീനയുടെയും മെസ്സിയുടെയും വെറും നിഴൽ മാത്രമായിരുന്നു ഇന്ന് മൈതാനത്ത് കണ്ടത് എന്നുള്ളത് എക്കാലത്തും അവരുടെ ഓർമ്മകളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്പെയിൻ ആഘോഷത്തിലാണ്. ഫിഫ വേൾഡ് കപ്പിന്റെ 2026 കിരീടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ സംഘമായി നൃത്തം ചെയ്യുകയാണ്. ഒരു രാജ്യം മുഴുവനും അവരുടെ താരങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളുകയാണ്. ഈ സുവർണ നിമിഷത്തിൽ കാൽപന്ത് കളിയുടെ പുതിയ രാജാക്കന്മാർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്.